ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു. ദില്ലിയിൽ നഴ്സറി മുതൽ 5 വരെയുള്ള ക്ലാസുകൾക്ക് ശൈത്യകാല അവധി നീട്ടി. 5 ദിവസത്തേക്കാണ് അവധി നീട്ടിയത്. വിവരങ്ങളുമായി ജിൽബി ചേരുന്നുണ്ട്. ജിൽബി, ഈ ഗതാഗത സംവിധാനത്തെ ആകെ താറുമാറാക്കുകയാണ് അതിശൈത്യം. ഒപ്പം തന്നെ ഈ തെരുവോരങ്ങളിൽ കഴിയുന്ന ആളുകളുടെ അവസ്ഥ എങ്ങനെയാണ്? അവർക്കായി താൽക്കാലിക സംവിധാനം സർക്കാർ ഒരുക്കിയിട്ടുണ്ടോ? കഴിഞ്ഞ ഇതുപോലെ അതിശൈത്യ കാലയളവിൽ നിരവധി ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സർക്കാർ സംവിധാനങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ ദില്ലിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? സിജു, ദില്ലിയിൽ അതിശൈത്യം കടുക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ദില്ലി മാത്രമല്ല, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ എല്ലാം അതിശൈത്യത്തിന്റെ പിടിമുറുക്കുകയാണ്, അല്ലെങ്കിൽ അതിശൈത്യം പിടിമുറുക്കുകയാണെന്ന് തന്നെ പറയാം. ഇപ്പോൾ ദില്ലിയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ വഴിയരികിലൊക്കെ കിടന്ന് ഉറങ്ങുന്നവർക്കൊക്കെ ഇപ്പോൾ ഷെൽട്ടർ ഹോമുകൾ സജ്ജമാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ അങ്ങോട്ടേക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. കാരണം അത്രയും കഠിനമായിട്ടുള്ള തണുപ്പും അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും ഒക്കെ വലിയ രീതിയിലുള്ള മൂടൽമഞ്ഞുമാണ് അനുഭവപ്പെടുന്നത്. അതിനാൽ തന്നെ ഈ വഴിയരികിലുള്ളവർക്ക് ഷെൽട്ടർ ഹോമുകളൊക്കെ തയ്യാറാക്കി അവരെ അങ്ങോട്ടേക്ക് മാറ്റുകയും അതുപോലെ തന്നെ ഈ കമ്പിളി പോലുള്ള പുതപ്പുകളൊക്കെ അവർക്ക് നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ സർക്കാർ ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അതേസമയം സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു ആശയക്കുഴപ്പങ്ങളൊക്കെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഈ മാസം 1-ാം തീയതി മുതലാണ് ഈ ശൈത്യകാല അവധി ദില്ലിയിലെ സ്കൂളുകൾക്ക് പ്രഖ്യാപിച്ചത്. അതിനുശേഷം ഇന്നലെ രാത്രിയായിരുന്നു ഈ ശൈത്യകാല അവധി നീട്ടി, അതായത് 10-ാം തീയതി വരെ നീട്ടിയതായിട്ടുള്ള ഒരു ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ചത്. എന്നാൽ ഇന്ന് രാവിലെ ഈ ഉത്തരവ് തെറ്റാണെന്നും ശൈത്യകാല അവധി നീട്ടിയിട്ടില്ല, നാളെ മുതൽ പഴയ പോലെ തന്നെ ക്ലാസുകൾ തുടങ്ങുമെന്നുള്ള ഒരു ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. അതിനുശേഷം അല്പം മുമ്പാണ് വിദ്യാഭ്യാസ മന്ത്രി അതിശയം വ്യക്തമാക്കിയത്. അതായത് നഴ്സറി മുതൽ 5 വരെയുള്ള ക്ലാസുകൾക്ക് 5 ദിവസത്തേക്ക് കൂടി ഈ ശൈത്യകാല അവധി നീട്ടിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ വ്യക്തമാക്കി. ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുമുണ്ട് ദില്ലിയിൽ. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ശൈത്യം കടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പും അറിയിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മൂടൽമഞ്ഞ് റോഡ്, റെയിൽ, വ്യോമ ഗതാഗതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ട്രെയിനുകൾ ഏകദേശം 22 ട്രെയിനുകൾ ദില്ലിയിലേക്ക് വരുന്നത് ഇപ്പോൾ മണിക്കൂറുകൾ വൈകിയാണെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം വിമാനങ്ങളും ദില്ലിയിൽ നിന്ന് പുറപ്പെടേണ്ടതും അതുപോലെ തന്നെ വരുന്നതുമായ വിമാനങ്ങൾ മണിക്കൂറുകൾ വൈകുന്നതായിട്ടുമാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ശൈത്യവും അതുപോലെ തന്നെ മൂടൽമഞ്ഞും ഉണ്ടാകുമെന്നും പിന്നെ ഈ ശീത തരംഗം പല ഭാഗങ്ങളിലും ശക്തി പ്രാപിക്കുന്നതായിട്ടും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. സിജു, ശരി, ദില്ലിയിൽ അതിശൈത്യം തുടരുക തന്നെയാണ്. ദില്ലി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ജനജീവിതം വലിയ തരത്തിൽ ബുദ്ധിമുട്ടുകയാണ്. ഗതാഗത സംവിധാനങ്ങൾ ആകെ താറുമാറായിരിക്കുന്നു. ദില്ലിയിൽ നഴ്സറി മുതൽ 5 വരെയുള്ള ക്ലാസുകളിലെ അവധി 5 ദിവസം കൂടി നീട്ടുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങളാണ് ദില്ലിയിൽ നിന്നും ജിൽബി നൽകിയത്.